ഗസാലിന്റെ അരികിൽ വന്നിട്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും, പക്ഷെ ഞാൻ മാറിക്കിടക്കൂല. ഗസാലി ചോദിച്ചു, അതെന്താ? ഞാൻ മാറിക്കിടന്നിട്ട് ഒരു ദിവസം മാറിക്കിടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല 2 ദിവസം കിടക്കട്ടെ എന്ന്. പിന്നെ അത് ഒരാഴ്ചയാകും. അപ്പൊ അങ്ങനെയാ പല കുടുംബത്തിലും. മൂപ്പര് ബെഡിലുണ്ടാവും, മുപ്പത്തി സോഫയിലുണ്ടാവും, അല്ലെ ഓൻ സോഫയിലുണ്ടാവും, ഓള് ബെഡിലുണ്ടാവും. ഞങ്ങൾക്ക് അതൊക്കെ ശീലായി എന്നാ പറയാ. ഇത് ശീലായതല്ല, ജീവിതമല്ല ഉണ്ടായതാ. മുതലുണ്ടാവും, മരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും. അവിടെയും ഇവിടെയൊക്കെ വാങ്ങിട്ടതും ഉണ്ടാവും, പുരയുണ്ടാവും, കാറും ഉണ്ടാവും, നാട്ടിൽ ആൾതാമസമല്ലാത്ത കൊട്ടാരവും ഉണ്ടാകും. ജീവിച്ചിട്ടുണ്ടാവൂല. ജീവിക്കാത്ത നിങ്ങൾക്ക് എന്തിനാ മനുഷ്യരെ നമുക്ക് പൈസ, വീട്? ജീവിക്കുന്ന ഒരു ഓസാണെങ്കിൽ, ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം, സ്നേഹിക്കണം, പ്രണയിക്കണം. ആഹ്ലാദത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം. അത് ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂലുള്ള നമ്മളെ കയ്യിലുണ്ടായിട്ടും ആ വിലയറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാ. ഓരോ കുടുംബത്തിനും ആ വെളിച്ചം എത്തിക്കാൻ പറ്റണം. ഈ വയല് കേൾക്കൽ ഒരു പുണ്യമൊന്നുമല്ല. ഞാൻ മൂപ്പര വയല് സ്ഥിരം കേൾക്കുന്നു പറയൽ വലിയ കാര്യവുമല്ല. ഈ മൗലൈൻ്റെതേ ഞാൻ കേൾക്കലുള്ളൂ എന്നുള്ളതും വലിയ പുണ്യമൊന്നുമല്ല. മറിച്ച് എന്താ പുണ്യം? അറിഞ്ഞ സത്യം ഒരാൾക്കെങ്കിലും അറിയിച്ചെടുക്കണം. ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം എടുക്കുന്ന മക്കളെ കൈപ്പടത്തിനൊന്ന് തല്ലിയിട്ട് പറയണം, വെക്കണോ അവിടെ, വലത്തെ കൈകൊണ്ട് പഠിക്കണം എന്ന്. ഉമ്മനെയും ബാപ്പനെയും നോക്കേണ്ട ആയത്തോതുന്ന മക്കളോട് സ്വന്തം വീട്ടിൽ കാണിച്ചെടുക്കണം. ഒരു ഉമ്മനെയും ബാപ്പനെ എങ്ങനെ നോക്കുന്നു, ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ നോക്കുന്നു, ഭർത്താവ് ഭാര്യനെ എങ്ങനെ നോക്കുന്നു എന്ന്. അതാ മാതൃക, അതാ കാണിച്ചെടുക്കേണ്ട മാതൃക.